മഴക്കാലത്തിന് മുന്നോടിയായി പായം ഗ്രാമപഞ്ചായത്തിൽ മെഗാ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. വെള്ളിയാഴ്ച തന്തോട് മുതൽ കൂട്ടുപുഴ വരെ ഹരിതകർമ്മസേന, കുടുംബശ്രീ, തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ പങ്കാളിത്തത്തോടെ ശുചീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. സമീപകാലങ്ങളിൽ നമ്മൾ നടത്തിയിട്ടുള്ള വലിയ ക്യാമ്പയിനുകൾ ആ ബോധത്തിൽ നിന്ന് മാറ്റം വരുന്നു. എന്നാലും ചില ആളുകൾ ഇപ്പോഴും എല്ലാ സാധനങ്ങളും വലിച്ചെറിയുന്ന, ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ വാഹനത്തിൽ നിന്നുൾപ്പെടെ പ്ലാസ്റ്റിക് കുപ്പിയും പേപ്പറും അതുപോലെയുള്ള സാധനങ്ങളെല്ലാം റോഡിലേക്കും മറ്റുമെല്ലാം വലിച്ചെറിയുന്ന ഒറ്റപ്പെട്ട അനുഭവങ്ങൾ നമുക്ക് കാണുകയാണ്. ഇതുപോലെ കടകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ വരുന്ന മാലിന്യങ്ങൾ എവിടെയെങ്കിലും ആരും കാണാതെ തോട്ടിലോ പുഴയിലോ ഒഴിഞ്ഞ പറമ്പുകളിലോ ഒക്കെ വലിച്ചെറിയുന്ന ഒറ്റപ്പെട്ട രീതികളും കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ബോധവൽക്കരണം മാത്രമല്ല, കർശനമായിട്ടുള്ള നിയമ നടപടികൾ ഉൾപ്പെടെ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ പോകാൻ സാധിക്കൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ശുചീകരണ പ്രവർത്തനങ്ങൾ അതിനുള്ള ഒരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ കൂടിയാണ്. ഇതൊരു സാമൂഹ്യ ഉത്തരവാദിത്തമായി ശുചിത്വത്തെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കണം. സംസ്ഥാന ഗവൺമെൻറ് വലിയ ഇടപെടൽ ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ നാളിലൊക്കെ നടത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമാക്കി മാറ്റിയിട്ടുണ്ട്. വലിച്ചെറിയൽ വിമുക്ത നാടാക്കി നമ്മുടെ നാടിനെ മാറ്റിയിട്ടുണ്ട്. അങ്ങനെയെല്ലാമുള്ള വലിയ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തോടുനീളം സംഘടിപ്പിക്കപ്പെട്ട അനുഭവമാണ് കാണാൻ സാധിക്കും. അതെല്ലാം തുടർന്നും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആരംഭിച്ച് അവസാനിപ്പിക്കേണ്ടതല്ല. ഇതെന്നും തുടർന്നു കൊണ്ടുപോകണം. എങ്കിൽ മാത്രമേ കേരളത്തെ ദൈവത്തിന് സ്വന്തം നാടായിട്ട് നമുക്ക് നിലനിർത്താൻ സാധിക്കും. പായം പഞ്ചായത്ത് പ്രസിഡന്റ് എം വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ജെസ്സി, ഡോക്ടർ ശിവരാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് ശുചിത്വ പഞ്ചായത്തായി അംഗീകരിച്ച ഒരു പഞ്ചായത്ത്. നിരവധി ഘട്ടങ്ങളിലായി മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന പഞ്ചായത്ത് കൂടിയാണ്. ഈ മഴക്കാലത്തിന് മുമ്പേ മൂന്നാം ഘട്ട ശുചീകരണ പ്രവർത്തനമാണ് ഇന്ന് അന്തർ സംസ്ഥാന പാത എന്നുള്ള നിലയിൽ തന്തോട് മുതൽ കൂട്ടുപുഴ വരെയുള്ള 15 കിലോമീറ്റർ ദൂരത്തിൽ ഇന്ന് 19 വാർഡുകളിലുമുള്ള എല്ലാ വിഭാഗം ആളുകളുടെയും പങ്കാളിത്തത്തോടുകൂടി ശുചിയാക്കുന്നതിനുള്ള പ്രവർത്തനം നടന്നു വരികയാണ്. എല്ലാ കേന്ദ്രങ്ങളിലും 100 കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ടാണ് ഈ മഹത്തായിട്ടുള്ള ഈ ശുചീകരണ പ്രവർത്തനം നടന്നു വരുന്നത്. ഈ ഒരു സന്ദേശം നമ്മുടെ നാടിനാകെ പകർന്നു കൊടുക്കാൻ വേണ്ടി സാധിക്കണം. ഏജനറ്റ് ന്യൂസ്, ഇരിട്ടി.